അപ്പോൾ എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ആശാന്റെ ഒരു നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണോ അവസാനത്തെ ആൾ പോകുമ്പോൾ ഫാനും ലൈറ്റും ഒക്കെ ഓഫാക്കിയിട്ട് പോവുക, വൈദ്യുതി അമൂല്യമാണ് എന്നുള്ള രീതിയിൽ. ഇപ്പം ഇന്ന് പത്മജ പാർട്ടി BJP-യിലേക്ക് മാറിയിട്ടുണ്ട്. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? അതിന് ഇപ്പം BJP-യിലുള്ളവർ മഹാഭൂരിപക്ഷവും ഗാന്ധി ശിഷ്യന്മാരായ കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. അവരിച്ചിരി വൈകിയെന്നുള്ളതേ ഉള്ളൂ. കരുണാകരൻ്റെ മകളായതുകൊണ്ട് ഇത്രയും നാളും പിടിച്ചു നിന്നു. ഇപ്പോൾ പോവുക, ഇനി മുകളിൽ തന്നെ എപ്പോൾ പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP-യാണ്. ആ പ്രക്രിയയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനിയും പോവും. കോൺഗ്രസ് കാരണം അധികാരമില്ലല്ലോ. അധികാരമില്ലാതെ കോൺഗ്രസ്സിന് നിൽക്കാനാവില്ല. അതാണ് ഞങ്ങളെപ്പോലെ സമരവും അടിയും ബഹളവും തല്ലും മേടിച്ച് ജയിലിലും പോയി കിടക്കുന്ന ഏർപ്പാടൊന്നുമില്ല. അതൊക്കെ പണ്ട് മഹാത്മാഗാന്ധിയുടെ കാലത്തേ ഉള്ളൂ. പിന്നെ എല്ലാം പോയി ഭരണം സർക്കാർ കൂടത്തെ കൈയടിയിലെ പൂജിക്കൽ ഇതായിരുന്നു. ഇപ്പം നടക്കുകയല്ലോ. ഇപ്പം ഇനി എളുപ്പവഴി BJP കൂടുന്നതാണ്. അധികാരത്തിൽ വരാനും അധികാരത്തിൻ്റെ അപ്പക്കഷൻ നുണയാനും എല്ലാം സൗകര്യം കിട്ടും. അതുകൊണ്ട് പത്മജ മാത്രമല്ല, കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആയാൽ അത്ഭുതപ്പെടാനില്ല. അതിൽ ഒരു പ്രത്യേകതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്. ബാക്കിയുള്ളവരും പോവും. ഞാനോ? അയാൾക്ക് വിവരക്കേട്. രമേശ് ചെന്നിത്തല പറഞ്ഞ അയാൾ വിവരക്കേടായി. ഞാൻ അവനെയൊന്നും അറിയുക പോലുമില്ല. എനിക്കറിയാനും വയ്യ. എനിക്കറിയില്ല. ഞാൻ അവന് വേണ്ടി ആരോടും സംസാരിക്കാനില്ല, സംസാരിച്ചിട്ടുമില്ല, സംസാരിക്കത്തുമില്ല. അത് എനിക്കതിൻ്റെ കാര്യവുമില്ല. തന്നെയല്ല, അതൊക്കെ അവിടെ തീരേണ്ട കാര്യമാണ്. ഏത്? വയനാട്ടിൽ തീരേണ്ട കേസും ഏർപ്പാടും എല്ലാം അവിടെയാണ്. നമുക്ക് പ്രശ്നമില്ല. ഞാനങ്ങനെ ചെയ്യുകയില്ല. ഇനി എൻ്റെ അടുത്ത് വന്നാൽ പോലും അവിടുത്തെ പാർട്ടിയോട് ബന്ധപ്പെടാതെ ഞാനൊന്നും ബന്ധപ്പെടാൻ കഴിയില്ല. അങ്ങനൊന്നും ഞങ്ങൾ ചുമ്മാ കാണുന്നിടത്തെല്ലാം കയറി വരകുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അത് ഈ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഇടുക്കിയിലൊരു പ്രശ്നത്തിൽ വയനാട്ടിൽ ഇടപെടാൻ ഇവിടെ വർഗീസിനെ വിളിച്ച് അന്വേഷിക്കും. അവിടെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടണമെങ്കിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് അന്വേഷിക്കും. അല്ലാതെ അതുപോലെ നേതാക്കന്മാരുണ്ട്. അല്ലാതെ ചുമ്മാ കയറി വ്യക്തിപരമായ ഇടപെടൽ പണി ഞങ്ങൾക്കുള്ളതല്ല. അങ്ങനെ ഞാനൊന്നും ചെയ്യാറില്ല. അല്ലേ തന്നെ മറ്റു ജില്ലയിൽ നടക്കുന്ന മോശം പണിക്ക് നമ്മൾ എന്തിന് ആവശ്യമില്ലാതെ തല വെക്കണം? അത് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ നാട്ടുകാരനാണോ കുഞ്ചത്തന്നക്കാരനാണോ ഈ ജില്ലക്കാരനാണോ എന്നൊന്നും എനിക്കറിയില്ല. ആണേലും അവൻ്റെ പേര് നടപടി എടുത്തോട്ടുന്നു. എന്നാൽ കുഞ്ചത്തന്നിക്കാരനാണല്ലേ, എമ്മണിയുടെ അയൽക്കാരനായതുകൊണ്ട് വിട്ടുവീഴ്ചയൊന്നും വേണ്ടെന്ന് കാര്യം തോന്നുന്നില്ലേ? ഓക്കെ.